ഓണസദ്യയുടെ വിഭവങ്ങൾ വാഴയിലയിൽ വിളമ്പി കഴിക്കണമെന്നത് മലയാളിയുടെ ശീലമാണ്. ഓണസദ്യയ്ക്കും വിവാഹ സദ്യകൾക്കുമെല്ലാം ആവശ്യമായ ഇലകൾ നമ്മുടെ നാട്ടിൽ ലഭ്യമല്ല. ഹോട്ടലുകൾക്കും ക്ലബ്ബുകൾക്കും കോളേജുകൾക്കും സ്കൂളുകൾക്കും കല്യാണങ്ങൾക്കുമെല്ലാം വൻതോതിൽ ആവശ്യമായി വരുന്ന ഇലകൾ തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നാണ് എത്തിച്ചേരുന്നത്. വാഴയിലയ്ക്ക് ആവശ്യക്കാരേറെയുള്ളപ്പോൾ തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും തോട്ടങ്ങൾ ബുക്ക് ചെയ്താണ് വ്യാപാരികൾ വാഴയിലകൾ കേരളത്തിലെത്തിക്കുന്നത്. കേരളത്തിലെ കാർഷിക മേഖലയിലെ തളർച്ച വാഴയില ലഭ്യതയിലും കുറവുണ്ടാക്കിയിട്ടുണ്ട്. കർഷകർക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ ലഭിച്ചാൽ ഗുണമേന്മയുള്ള വാഴയിലകൾ ഇവിടെ തന്നെ വളർത്തിയെടുക്കാൻ കഴിയുമെന്ന് വർഷങ്ങളായി ഈ രംഗത്തുള്ള ഈറ്റക്ക് കുന്നേൽ ഫാമിൻ്റെ പ്രൊപ്പറേറ്റർ പ്രമോദ് അഭിപ്രായപ്പെട്ടു. കേരളത്തിൽ ഇലയില്ലാത്ത കാരണം ഞങ്ങൾ തമിഴ്നാട്ടിലും കർണാടകത്തിൽ നിന്നുമാണ് ഇല കൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു ഇലയ്ക്ക് 4 രൂപ റേറ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വരും കാലങ്ങളിൽ ഇലയുടെ ഡിമാൻഡ് വളരെയധികം മുഹൂർത്തങ്ങളും സദ്യകളും കൂടുന്നതിനാൽ ഇലയ്ക്ക് 5 രൂപ മുകളിൽ വില വരാൻ സാധ്യത കാണിക്കുന്നുണ്ട്. കർണാടകത്തിലും തമിഴ്നാട്ടിലും നിരന്തരം ഉണ്ടാകുന്ന കാറ്റ്, മഴ മൂലം ഒത്തിരി ഇല നശിച്ചു പോയതിനാലും ഇലയ്ക്ക് ഡിമാൻഡ് അധികമായതിനാലും ഇനിയും വില കയറാനാണ് സാധ്യത. അതുകൂടാതെ ഞങ്ങൾ യുവ കർഷകരിൽ നിന്ന് നാട്ടിൽ നിന്ന് തന്നെ ഒത്തിരി ഇല കളക്ട് ചെയ്യുന്നുണ്ട്. നാട്ടിലുള്ള യുവ കർഷകരെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഓണത്തോടനുബന്ധിച്ച് ഒത്തിരി കർഷകരിൽ നിന്ന് ഞങ്ങൾ നേരിട്ട് ഇല എടുക്കുന്നുണ്ട്. ഞങ്ങൾ കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിൽ ഇപ്പോൾ ഞങ്ങൾ ഡെലിവറി ചെയ്യുന്നത്. ഇപ്പോൾ 4 രൂപയ്ക്കാണ് ഒരു വാഴയില ഹോൾസെയിലായി കൊടുക്കുന്നത്. ഓണത്തിരക്കാവുമ്പോഴേക്കും ഇതിൻ്റെ വില പിന്നെയും കൂടും. ശരിയായി വാഴകൾ വളർത്തിയെടുത്താൽ ഇവിടുത്തെ കർഷകർക്ക് ഒരു അധിക വരുമാന മാർഗമാണ് വാഴയിലകൾ. ഈ രംഗത്തേക്ക് കൂടുതൽ കർഷകർ കടന്നു വരണമെന്നും അവർക്ക് പ്രോത്സാഹനം നൽകിയാൽ വലിയ വില കൊടുത്ത് അന്യസംസ്ഥാനങ്ങളിൽ നിന്നും വില കൊണ്ടുവരുന്നത് കുറയ്ക്കാൻ കഴിയുമെന്നുമാണ് ഈ മേഖലയിലുള്ളവർ പറയുന്നത്.